Hi all, welcome back to my YouTube channel. I have a new video. So in this video, I'm going to share my experience as a night shift employee. So here are two things I will talk about. One is experience. Second is I did research on causes and tips. This is so this is this video. So why guys, let's get into this video. സോ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റിലോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ഗ്രാജുവേഷൻ ആണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ US ടൈം ബേസ്ഡ് കമ്പനി. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് ഹവേഴ്സ് വരുന്നത് ഈവനിങ് 6 തൊട്ട് ഏർലി മോർണിംഗ് 3:30 വരെയാണ്. സോ ഇതാണ് ആ ഒരു നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആ ഒരു ഷിഫ്റ്റ് ഹവേഴ്സ് വരുന്നത്. സോ എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എൻ്റെ ഹൗ വാസ് മൈ ലൈഫ് ബിഫോർ ദിസ് നൈറ്റ് ഷിഫ്റ്റ് ഷെഡ്യൂൾ നോക്കുവാണെങ്കിൽ വെൻ ഐ വാസ് ഇൻ കോളേജ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത് കേട്ടോ. ഇറ്റ് വാസ് എ ക്യാമ്പസ് സെലക്ഷൻ. സോ പഠിച്ചുകൊണ്ടിരുന്ന ടൈമാണെങ്കിൽ ഐ നീഡ് ടു റീച്ച് കോളേജ് at 8 o'clock. അപ്പം ആ ഒരു റേഞ്ചിനാകുമ്പോൾ ഞാൻ ഐ വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഒരു 6 o'clock ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എനിക്ക് പോകാനായിട്ട് ബസ് റീച്ച് ആകാനായിട്ട് ബസ് സ്റ്റാൻഡ് വരെ എനിക്ക് കുറച്ച് നടക്കാനുണ്ട്. സോ അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ബസ് ഇറങ്ങി അവിടെ റീച്ച് ആയാലും ബസ് സ്റ്റാൻഡിൽ നിന്നും എൻ്റെ കോളേജ് വരെ വീണ്ടും ഒത്തിരി ദൂരമുണ്ട്. സോ അവിടെ നടക്കണം. സോ ഈ നടക്കുക എന്നത് വിത്തൗട്ട് നോയിങ്ലി എൻ്റെ ലൈഫിൽ അതുണ്ട്. സോ ഐ യൂസ് ടു വാക്ക് എ ലോട്ട്. അതുപോലെ ആ ടൈമിൽ ഞാൻ വണ്ടിയൊന്നും വളരെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എവിടെ പോകണമെങ്കിലും ഐ യൂസ് ടു വാക്ക്. അപ്പോൾ ഇറ്റ്സ് ഇൻ മൈ ഡെയിലി ബേസിസ്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ ഉണ്ട്. ഇപ്പോൾ സ്ലീപ്പിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ 6 മണിക്ക് എണീക്കും. ഒരു നൈറ്റ് ഒരു 10:30, 11 ഞാൻ കിടന്നിരിക്കും. അതുപോലെ ഡെയിലി ത്രീ ടൈംസ് ഓഫ് മീൽ ഞാൻ എടുക്കുന്നുണ്ട്. ആ 3 മീലും ഞാൻ ഒരേ ടൈമിലാണ് എടുക്കുന്നത്. എല്ലാ ഡേയും ഇപ്പോൾ രാവിലെ ഞാനൊരു 6:30, 7 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ അടുത്ത ദിവസത്തെ അതേ ടൈമിലായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര കറക്റ്റ് ടൈമിങ്, ഞാനൊരു പെർഫെക്റ്റ് ടൈമിങ് ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഇതൊക്കെ ഓൾറെഡി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള മീല്, ആ കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്കുന്ന മീല്, അതുപോലെ ഹോംലി ഫുഡ്, ഈ കറക്റ്റ് ടൈമിങ്ങിനുള്ള സ്ലീപ്പ് എല്ലാം ഭയങ്കര പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയി എന്ന രീതിക്ക് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലോട്ട് മാറി. when I joined to the company and when I start working in night shift. സോ അതിനുശേഷം എല്ലാം മാറി. ലിറ്ററലി എവ്രിതിങ് ടേൺ അറൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ് ഫ്രം മൈ സ്ലീപ്പ് എനിക്ക് പറയാം. ബിക്കോസ് ഈവനിങ് 6 ഞാൻ ലോഗിൻ ചെയ്താൽ 3:30 ഞാൻ ലോഗ് ഔട്ട് ചെയ്യുന്നത്. ഏർലി മോർണിംഗ് 3:30. സോ സ്ലീപ്പ് വരുന്നത് ഈ ഒരു 3:30 ഇറങ്ങിയാലും നമ്മൾ റൂമിലൊക്കെ റീച്ചായി ഫ്രഷായി കിടക്കുമ്പോഴത്തേക്ക് ഒരു 4:30 റേഞ്ച് ആയിരിക്കും. കിടന്നു കഴിഞ്ഞ് ഉറങ്ങി പിന്നെ എണീക്കുന്നത് നമുക്ക് നോർമലി ഒരു മനുഷ്യന് 7 to 8 hours സ്ലീപ്പ് വേണം. അപ്പോൾ എണീക്കുന്നത് ഒരു 2 o'clock 2:30 ആയിരിക്കും. പക്ഷേ ഇതിലൊരു മെയിൻ സംഭവം, നമുക്ക് അതുവരെയും ലൈക്ക് ഇതിന് മുന്നേയും എൻ്റെ കാര്യം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഐ ഫീൽ ലൈക്ക് ഓക്കെ എനഫ് സ്ലീപ്പ് കിട്ടി എന്നൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് തുടങ്ങിയതിന് ശേഷം എത്ര ഉറങ്ങിയാലും നമുക്ക് ഉറക്കം മതിയാവുന്നില്ല. അതായത് ഇനി ഉറങ്ങണം, ഭയങ്കര ടയേർഡ്നെസ്, നമുക്കൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നില്ല, ഇനിയും കിടക്കാം, ഇനിയും ഉറങ്ങാം, ഈ ഒരു ഫീൽ, ഈ ഒരു ടെൻഡൻസി മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവൻ ദോ ഒരു ആൾക്കൊരു 7 to 8 hours സ്ലീപ്പാണ് വേണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, നമുക്കൊക്കെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്, എത്ര കിടന്നാലും നമുക്ക് മതിയാവുന്നില്ല, നമുക്ക് പറ്റുന്ന ഒരു ഡേ ഫുള്ള് നമ്മൾ ഉറങ്ങും. അതാണ് ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസിൻ്റെ ഒരു അവസ്ഥ. സോ അതങ്ങനെ. പിന്നെ മീൽസ് 3 ടൈം ഉള്ള ഒരു മീൽ, അല്ലെങ്കിൽ 3 meal ഇൻ എ ഡേ എന്നുള്ളത് 2 meal ആയി. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് 2 or 3. സത്യം പറഞ്ഞാൽ നമുക്കങ്ങനെ 3 meals തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ എടുക്കുന്നത് ഒരു 2 meal ആണെങ്കിലും അതിലാവശ്യമുള്ള പ്രോട്ടീനും മറ്റ് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കണം അല്ലേ. സോ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ ഈവൻ ഇഫ് ഇറ്റ്സ് എ 3 meal നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 2 meal. ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ട് ചില സ്റ്റഡീസ് പറയുന്നുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ എല്ലാ ഏജിലുള്ളവരും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്, ഇല്ലെങ്കിൽ എടുക്കണം എന്നൊന്നും ചില സ്റ്റഡീസ് പറയുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർ 3 meals ഇൻ എ ഡേ. ഇറ്റ്സ് അബൌട്ട് ഹൗ ഗുഡ് യു ആർ ഈറ്റിംഗ്. ആ എടുക്കുന്ന 2 meal അല്ലെങ്കിൽ 2 meal, ആ 2 meal നിങ്ങൾ എന്തൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി.
ആൻഡ് അതർ തിങ് ഈസ് ഞാൻ വീട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. സോ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് രണ്ടഡ് അപ്പാർട്ട്മെൻറ്റ്. സോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറിയാണ് നിൽക്കുന്നത്. വി ഓൾ ആർ ബാച്ചിലേഴ്സ്. ആൻഡ് ഞാൻ അവിടെ കുക്ക് ചെയ്തല്ല കഴിക്കുന്നത്, ഒരു മെസ്സിൽ നിന്നാണ് ഫുഡ് എടുക്കുന്നത്. സോ ഉച്ചയ്ക്ക് റൈസും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പോലെ റൈസും കറീസ്, നമ്മുടെ തോരൻ, മെഴുക്ക് പുരട്ടി, ഫിഷോ മുട്ടയോ എന്തെങ്കിലും ഒരെണ്ണം കാണും. അതല്ലാതെ നൈറ്റ് ആണെങ്കിൽ കാപ്പി, ലൈക്ക് ദോശ, അപ്പം, ഇടിയപ്പം, അതെന്തെങ്കിലും ഒരു കാപ്പി ആയിട്ട് എന്തെങ്കിലും കാണും. അതും ഇതുപോലെ വെജിറ്റബിൾ കറിയോ ഈ പറഞ്ഞ പോലെ എഗ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ മാറി മാറി റാൻഡംലി വന്നുകൊണ്ടിരിക്കും. സോ ഇത് രണ്ടുമാണ് ഒരു ഹെവി മീൽ എന്ന് പറയാനായിട്ട്. സോ ഇത് കൂടാതെ ഞാൻ എന്തൊക്കെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട്, അതായത് നമുക്ക് വിശക്കുമല്ലോ, നോർമലി നമ്മൾ കഴിക്കുന്ന ടൈമൊക്കെ മാറുകയാണ്, നമ്മൾ ഉറങ്ങുന്ന സമയം മാറുകയാണ്, ഇതെല്ലാം മാറുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും. നോർമലി എനിക്ക് വിശക്കും. ഞാനൊരു 8 മണിക്കാണ് ഓഫീസിൽ ഡിന്നർ കഴിക്കുന്നത്. സോ അത് കഴിഞ്ഞൊരു 10-11 മണിയാകുമ്പോൾ നമുക്ക് എന്തായാലും വിശക്കും. സോ ആ സമയത്ത് ഞാൻ വന്ന് കയറിയ സമയത്ത് സ്നാക്സൊക്കെ ആയിരുന്നു അവിടെ. ലൈക്ക് വി ഹാവ് എ വെൻഡിങ് മെഷീൻ. സോ അവിടെ നിന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. സോ അത് പിന്നെ ഞാൻ ഓരോ ആർട്ടിക്കിൾസ് വായിച്ച് വീഡിയോസൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ഗുഡ്. അതുകൊണ്ട് സോ അങ്ങനെയൊക്കെ വന്നതിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഇടയ്ക്കെടുക്കുന്ന സ്നാക്സും ഈ മീൽസും ഒന്നും പ്രോപ്പർ ആവുന്നില്ല എന്ന്. സോ അത് കാരണം കുറേ നാൾ ഒരു എന്ത് കഴിച്ചാലൊരു വോമിറ്റിംഗ് ടെൻഡൻസി, നല്ല വിശപ്പ് കാണും പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല, കഴിച്ചാലൊരു വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. ആകെ മൊത്തം ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ തകരാറായൊരു ഫീല്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അതുപോലെ ഒന്നിനോടും, അതായത് എനിക്കിപ്പോൾ എത്ര ചെയ്യണം എന്നാഗ്രഹമുള്ള കാര്യങ്ങളായാൽ പോലും എനിക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഉറങ്ങുക എന്നൊരു സംഭവമാണ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി. പിന്നെ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ക്രേവിങ്സ് വന്നാലും ഒക്കെ നമ്മൾ അപ്പം തന്നെ ഓർഡർ ചെയ്ത് ജങ്ക് ഫുഡ്സ്, ബിരിയാണി, അത് ഭയങ്കര ഹൈ ഫാറ്റ് അടങ്ങിയ ഹൈ കൊളസ്ട്രോൾ അടങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. സോ ഇപ്പം ഈ ഒരു യങ് ഏജിൽ നമ്മൾ ആരും തിരിച്ചറിയത്തില്ല. പോകെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ബിക്കോസ് ഓരോരോ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റിലുണ്ടായ ബാഡ് ഹാബിറ്റ്സ് മൂലമാണെന്ന്. പിന്നെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ഉറങ്ങാനേ വിചാരിക്കും. അപ്പോൾ അവിടെ എക്സസൈസ് ഇല്ല. പിന്നെ എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ക്യാബ് ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വരും, കൊണ്ടുപോകും. സോ വാക്കിംഗ് സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. സോ പിന്നെ ഞാൻ മനസ്സിലാക്കി കുറേ വീഡിയോസ്, കുറേ ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് വി നീഡ് ടു എക്സസൈസ്. അതിപ്പോൾ ചുമ്മാ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാബ് ക്യാൻസൽ ചെയ്ത്, ആക്ച്വലി റീച്ചബിൾ ഡിസ്റ്റൻസ് ആണ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഓഫീസ്. അപ്പോൾ ഞാൻ അത്ര ദൂരെങ്കിലും നടക്കട്ടെ എന്ന് കരുതി നടക്കാൻ തുടങ്ങി. അതുപോലെ എൻ്റെ മീലിലാണെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ വൈറ്റമിൻസും മറ്റേ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നു. സോ അങ്ങനെ കുറച്ച് ചേഞ്ചസൊക്കെ ഞാൻ വരുത്തി. സോ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. അതായത് ഭയങ്കരമായിട്ട് നമ്മൾ മാറും. നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം, ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. ആൻഡ് ദ ബാഡ് തിങ് ഇസ് നോ വൺ ഗോൺ അണ്ടർസ്റ്റാൻഡ്. ഈ നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസ് അല്ലാതെ വേറെ ആർക്കും ഇത് മനസ്സിലാവാൻ പോകുന്നില്ല. സോ ദിസ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് എ നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയി വിൽ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനി ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് തിങ്. ഞാൻ വായിച്ച ആർട്ടിക്കിൾസ്, ഞാൻ നടത്തിയ ചെറിയൊരു റിസർച്ചിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസാണ് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ദാറ്റ്. സോ ആസ് വി ഓൾ നോ, ആദ്യം തന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ തെറ്റും. പിന്നെ മെല്ലെ മെല്ലെ ബയോളജിക്കൽ ഇഷ്യൂസ് ഓരോന്ന് വരും. ഡിപ്രഷൻ, ആങ്സൈറ്റി, ടയേർഡ്നെസ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ, സ്ട്രെസ്സ്, കാര്യങ്ങളെല്ലാം നമുക്ക് വരും. സോ ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ സുപ്രാക്കിയാസ്മെറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയും, SCN. ഇതിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ആണ്. അതായത് നമ്മുടെ ഫുൾ സൈക്കിൾ, നമ്മുടെ ഫുൾ റിതം, അതിനെ സിർക്കാഡിയൻ റിതം എന്ന് പറയും. സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ, ലൈക്ക് ഇൻ എ ഹ്യൂമൻ ബോഡി, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു 24 hours ഒരു സൈക്കിൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ടായിരിക്കും. അതിൽ സ്ലീപ്പ് ഉണ്ടായിരിക്കും, ഉണരുന്നത്, ഉറങ്ങുന്നത്, അതുപോലെ ഡൈജഷൻ, ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ഒരു 24 hour ഒരു സൈക്കിളാണ്. സോ ഈ സൈക്കിളിനാണ് സർക്കാഡിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ സർക്കാഡിയൻ സൈക്കിളിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് എഫക്റ്റ് ചെയ്യുന്നതിലൂടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഫസ്റ്റ് തന്നെ ഈ സർക്കാഡിയൻ സൈക്കിളിലുള്ള സ്ലീപ്പ്, അത് എഫക്റ്റ് ചെയ്യുമ്പോൾ മെല്ലെ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും,
ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതില്ലാതെ ആകുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചു തുടങ്ങും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. പിന്നെ ഇവയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ എന്നൊരു സംഭവമുണ്ടല്ലോ. ബ്രെയിൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ബ്രെയിനിൽ ഹൈപ്പോതലാമസിൽ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, വിച്ച് ഇസ് SCN, നേരത്തെ പറഞ്ഞതുപോലെ സുപ്രിയോഫിയാസ്മെറ്റിക് ന്യൂക്ലിയസ്. സോ ഇതിനെ ബാധിക്കുന്നതിലൂടെ നമ്മുടെ ടോട്ടൽ ഫങ്ഷനിങ്, നമ്മുടെ ടോട്ടൽ സർക്കാഡിയൻ റിതത്തിനെ ബാധിക്കുന്നു. സോ ഇങ്ങനെ നമ്മുടെ സർക്കാഡിയൻ സിസ്റ്റം അല്ലെങ്കിൽ സർക്കാഡിയൻ റിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷൻ വരുന്നതിലൂടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡീനെ ഫുള്ളി നമ്മൾ എഫക്റ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഇങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതിലൂടെ നമ്മുടെ മെമ്മറി, അതായത് നമ്മൾ ഇപ്പോൾ ഒരു റൂമിൽ കയറും എന്തോ ആവശ്യത്തിന് വേണ്ടി, പക്ഷേ എന്തിനാ കയറിയെന്ന് മറക്കും. ഭയങ്കര ഹ്യൂജ് ഒരു രീതിയിലല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ മെല്ലെ മെല്ലെ മെമ്മറി ലോസ് സംഭവിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ബിഹേവിയറിലുണ്ടാകുന്ന ചേഞ്ചസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ട്രെസ്ഡ് ആവുക, ടെൻഷൻ ആവുക, അതുപോലെ പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റ് ആവുക, അതുകാരണം പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. സോ ഇതെല്ലാം നമ്മുടെ സർക്കാഡിയൻ സിസ്റ്റം അല്ലെങ്കിൽ സർക്കാഡിയൻ ആ ഒരു ഋതത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. സോ അതുമാത്രമല്ല, സോ ഇതൊക്കെ നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും. മെയിൻ സംഭവം ഫുഡ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്നത് ഓരോരുത്തരും ഓരോ നേരത്താണ് 2 മീലേ എടുക്കുന്നുള്ളൂ. എടുക്കുന്ന മീലിൽ അത്രയും നമുക്ക് വേണമെന്നുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ടായിരിക്കത്തില്ല, പ്രോട്ടീൻസ് കാണത്തില്ല, കാൽഷ്യം ഒന്നും കാണത്തില്ല. പിന്നെ ഈ ബ്രേക്ക് ടൈമിലുള്ള വേണ്ടാത്ത ജങ്ക് ഫുഡ്സ്, സ്നാക്സ് കഴിക്കുക, പിന്നെ സ്മോക്കിംഗ്, ഇങ്ങനെ പല ശീലങ്ങൾ കാരണം നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ അതിൽ ഈ മീൽ അല്ലെങ്കിൽ ഫുഡ് എന്നൊരു മെയിൻ ഫാക്ടർ, ഇത് കാരണം നമുക്ക് കുറേ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും. ഭയങ്കരമായിട്ടുള്ള ഹൈ ഫാറ്റ് അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റത്തിനെ നമുക്ക് ബാധിക്കപ്പെടും അല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഡൈജഷൻ തെറ്റും, പിന്നെ നമ്മുടെ സ്ലീപ്പ് തെറ്റും. കാരണം നമ്മളെ ഡൈജഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ അസ്വസ്ഥത ഉണ്ടാവും, നമുക്ക് ഉറങ്ങാൻ നേരെ പറ്റിയെന്ന് വരത്തില്ല. സ്ലീപ്പ് പോകുന്നതിലൂടെ പിന്നെ കണക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വരും. സോ ഓൾ ആർ കണക്റ്റഡ്, അത് വേണം മനസ്സിലാക്കാൻ. സോ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. പിന്നെ ഇങ്ങനെ വന്ന് ഒരു അൾസറിലോട്ടും ഗ്യാസ്ട്രിക് പ്രോബ്ലംസിലോട്ടും ഈ പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കുന്നതാണ്. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ മെറ്റാബോളിസത്തിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മെറ്റാബോളിക് ഡിസീസസ് വരും. അതായത് ഹൈ BP, ഹൈ ബ്ലഡ് പ്രഷർ വരുന്നത്, ഒബിസിറ്റി, അതുപോലെ കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഇതൊക്കെ വരും. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. കാരണം സ്ലീപ്പും ഫുഡും കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം പോയി. നമ്മുടെ ലിവിങ് ഓർഗാനിസം എന്ന രീതിക്ക്, ഇല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡും സ്ലീപ്പും. നമ്മളെ എല്ലാം ഒരു ട്രാക്കിൽ പോകുന്നൊക്കെ പറയത്തില്ല, എല്ലാവരും ഓൺ ദ ട്രാക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് ഇത് രണ്ടും ഡിസ്റ്റർബ് ആകുമ്പോൾ തൊട്ട് അതെല്ലാം ലിങ്ക്ഡാണ്, ഓരോ പ്രശ്നങ്ങളും ലിങ്ക്ഡാണ്. അങ്ങനെ ഓരോ പ്രോബ്ലംസും വന്നു തുടങ്ങും. സോ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ് നല്ല രീതിയിൽ വന്നു തുടങ്ങും. അതും നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യും തോറും ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫോർ ദ നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസ് നമുക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യൂർ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, സ്ലീപ്പ് തന്നെയാണ്. നമുക്കൊരു 7 to 8 hour സ്ലീപ്പ് നന്നായിട്ട് വേണം. നമ്മൾ ഈ രാത്രി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഉറങ്ങുന്ന സമയം, അല്ലെങ്കിൽ ഇൻറ്റർണൽ ഓർഗൻസ് അതൊക്കെ സ്ലീപ്പ് ചെയ്യുന്ന സമയം, ഇല്ലെങ്കിൽ നമുക്ക് റിജുവിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ബോഡിയെ ഉണർത്തി വെച്ച് വർക്ക് ചെയ്യുന്നത്, മെൻ്റലി നമ്മളൊരു പ്രഷർ എടുത്ത് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ലീപ്പ് ഫുള്ള് തെറ്റിയിരിക്കുമായിരിക്കും, നമുക്ക് ഡേ ടൈമിൽ ഉറങ്ങാൻ കിട്ടും. ഈ ടൈമിൽ അധികം നോയ്സോ ഇല്ലെങ്കിൽ സൺലൈറ്റോ ഒക്കെ വരുവാണെങ്കിൽ നമ്മളെ ഉറക്കത്തിന് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റൂമിൽ ഷെയ്ഡ്സ് എന്തെങ്കിലും ഇടാൻ നോക്കുക, സൺലൈറ്റ് തടയുന്ന രീതിക്ക് റൂം എപ്പോഴും ഡാർക്കാക്കി വെക്കാൻ നോക്കുക. അതുപോലെ അധികം നോയ്സ് ഒന്നും ഇല്ലാത്തൊരു സ്പേസിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റി അത്രയും നല്ലത്. കാരണം നമ്മൾ ഉറക്കം ഡിസ്റ്റർബ് ആവില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. അപ്പോൾ തന്നെ സ്ലീപ്പിനൊരു ഇത് വരും. പിന്നെ
വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ടൈമിൽ ഉറങ്ങുന്നത് കൊണ്ട് വീക്കെൻഡ് അല്ലേ നമുക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാം എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ആ സ്ലീപ്പ് സൈക്കിൾ തെറ്റിക്കരുത്. നിങ്ങൾ വീക്ക് ഡേയ്സിൽ എങ്ങനെയാണോ നിങ്ങളുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിൾ അതുപോലെ തന്നെ വീക്കെൻഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ അവിടെയും ഒരു ഇംബാലൻസ് വരും. അതായത് 5 ദിവസം നമ്മൾ ഒരു ടൈമിൽ ഉറങ്ങുന്നു, 2 ദിവസം വേറെ ടൈം, പിന്നെ മൺഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആ ടൈം ആകുമ്പോൾ ഉറക്കം വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എപ്പോഴും ഒരേ ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് എക്സസൈസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സസൈസ് എന്ന് പറഞ്ഞ് ജിമ്മിന് യോഗിക്കും പോയില്ലെങ്കിൽ പോലും നിങ്ങൾ നടക്കാനെങ്കിലും നോക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വീട് തൊട്ട് എൻ്റെ ഓഫീസ് വരെ നടക്കുന്നത് ഒരു എക്സസൈസ് തന്നെയാണ്. അപ്പോൾ പറ്റുന്ന രീതിയിൽ ടൈം കിട്ടുന്നതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. വീട്ടിനകത്താണെങ്കിൽ അകത്ത് ഇൻഡോറോ ഔട്ട്ഡോർ നിങ്ങൾക്ക് എന്താ പറ്റുന്നത് ചെയ്യാൻ നോക്കുക. ഇനി തേർഡ് തിങ്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, ഒരു കെയർ കൊടുക്കുക. ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് റിലാക്സ് ആയിട്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ പാട്ട് കേൾക്കാനാണെങ്കിൽ അത് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ബീച്ച് പോകാൻ ഇഷ്ടമുള്ള അത് ചെയ്യുക. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആക്കുന്ന, നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അധികം ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങളെ വീണ്ടും വീക്ക് ഡേ മൺഡേ ആകുമ്പോഴത്തേക്ക് ടയേർഡാക്കും അല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊച്ചു കൊച്ചു നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുക. അതിലൂടെ നമുക്കൊരു മെൻ്റൽ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി, ഒരു നല്ലൊരു ഇത് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എപ്പോഴും മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക, ആസ് സെയിം as നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ അത് രണ്ടും നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത ടിപ്പാണ് ഫോർത്ത് വൺ, ഈറ്റ് ഹെൽത്തി. അത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. ഈറ്റ് ഹെൽത്തി. ഫാറ്റും കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡുകൾ മാക്സിമം ഒഴിവാക്കി നല്ല ഫ്രൂട്ട്സും വെജീസും സാലഡ്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ നന്നായിട്ട് എടുക്കാൻ നോക്കുക. അടുത്ത ഫിഫ്ത്ത് വൺ ഒന്ന് സ്റ്റേ ഹൈഡ്രേറ്റഡ്. സോ ഇത് നമുക്കറിയാം ഇത്ര ലിറ്റർ ഓഫ് വാട്ടർ കുടിക്കണം. സോ അത് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. എന്നാലും മിനിമം നമ്മൾ എടുക്കേണ്ട ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. അത് നോർമൽ വെള്ളമാണെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ താല്പര്യപ്രകാരം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക. പിന്നെ ഷുഗർ മാക്സിമം കട്ട് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ 6th പോയിന്റ്, അവോയ്ഡ് ഷുഗർ. ഷുഗറും കഫീനും നിങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസ് എത്രത്തോളം ഷുഗറും കഫീനും സ്മോക്കിങ്ങും അവോയ്ഡ് ചെയ്യുന്നോ അത്രയും നല്ലത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്, രാത്രി ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി സ്മോക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു അഡിക്ഷനാണ്. നമ്മൾ ഒരിക്കലും അതൊക്കെ എന്താ പറയുക, അത് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഭാഗമാക്കാതെ ഇരിക്കുക. എത്രയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏർജ് തോന്നിയാലും അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഷുഗർ, കഫീൻ ആൻഡ് സ്മോക്കിംഗ് ആൻഡ് ഓൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ എത്ര നാൾ നിൽക്കുന്നോ നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസ് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ കഴിയും. അതുപോലെ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ലവ്ഡ് വൺസിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷനും സ്നേഹവും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ. അപ്പം നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതാകുമ്പോഴത്തേക്ക് നമുക്ക് അവരോടും ആ ഒരു സ്നേഹം കാണിക്കാനും ആ പ്രശ്നങ്ങളുണ്ടായി നമുക്ക് സമാധാനമായിട്ട് സോൾവ് ആക്കാനും ആ സോൾവ് ആക്കാൻ ഒരു മെൻറ്റാലിറ്റിയും എല്ലാം നമുക്ക് തരുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസസ് ആൻഡ് ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളൊക്കെ. സോ ഇതിൽ ചിലർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.